ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, മത്സരിച്ച് വിധി സമ്പാദിക്കുക, അതിനുശേഷം തെളിയിക്കുക, അതല്ലേ വേണ്ടത്? മത്സരത്തിലുള്ള ഇല്ലാതിരിക്കുകയും ഞാൻ ആ മത്സരത്തിന്റെ ഭാഗമല്ല എന്ന് പറയുകയും ജനവിധി ഗംഭീരമാകുമ്പോൾ അവകാശവാദവുമായി വരികയും ചെയ്യുന്നത് എത്രത്തോളം ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണ്? ഞാനും സ്മൃതിയും തമ്മിൽ നേരിട്ട് ക്യാമറയില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ എനിക്കതിൽ വളരെ കൃത്യമായി കുറേ കാര്യം പറയാനുണ്ട്. പക്ഷേ ഞാൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഫ്രെയിമിലാണ് ഇരിക്കുന്നത്. ലോകം മുഴുവൻ ഇത് കാണുകയാണ്. ഞങ്ങളെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വലിയ ഒരു പിന്തുണ ഉണ്ടായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആ പാർട്ടിയിലെ നേതാക്കന്മാരെ ഓരോന്ന് വ്യത്യസ്തമായ കഴിവുകളുള്ളവരാണ്. ഭയങ്കര ജനപ്രിയരുണ്ട്, പാർട്ടിയുടെ ഏറ്റവും വലിയ ഇമ്മൻസ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, സീനിയോറിറ്റി ഉള്ള ആളുകളുണ്ട്. ഇവരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാനൊക്കെ, പരസ്യമായി ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്കും പ്രയാസമുണ്ട്. എന്നിരുന്നാലും കോൺഗ്രസ് പാർട്ടി ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ജനങ്ങളുടെ അഭിപ്രായവും MLA-മാരുടെ അഭിപ്രായവും എല്ലാം കേട്ടതിന് ശേഷം ഹൈക്കമാൻഡിന് ഒരു തീരുമാനം വരാനുണ്ട്. ആ തീരുമാനം വരുന്നതിന് മുമ്പ് കോൺഗ്രസ് ലീഡർഷിപ്പിനെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഒരുപക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനം വന്നുകൂടായും ഇല്ല. ഏതായാലും കാത്തിരിക്കുക എന്നല്ലാതെ വേറൊരു മാർഗവും ഇല്ല.